സോ ഗൈസ്, നമ്മളുടെ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡിലോട്ട്, അതായത് താഴേക്ക്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് താഴേക്ക് സ്ലോപ്പ് ആയിട്ട് നിൽക്കാനുള്ള മൂന്നാമത്തെ റീസണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇൻകം എഫക്ട്. ഇൻകം എഫക്ട്. വാട്ട് ഇസ് ഇൻകം എഫക്ട്? ഇൻകം എന്താണ്? ഇൻകം എന്ന് വെച്ചാൽ നമ്മുടെ വരുമാനമാണ്, അല്ലെ? ഇൻകം എന്ന് വെച്ചാൽ നമ്മുടെ വരുമാനമാണ്. ഇതില് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയേണ്ടത്, ഇപ്പൊ ഞാൻ ഒരു ദിവസം മന്തി, ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ മന്തി കഴിക്കുന്ന ഒരു കൂട്ടത്തിലാണെന്ന് വിചാരിക്കാം. മന്തി കഴിക്കുന്ന കൂട്ടത്തിലാണ്. ഒരു മന്തിക്ക് 200 രൂപയാണ് ക്വാർട്ടറിന് വില എന്ന് വിചാരിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, അങ്ങനെ വിചാരിക്കുക. 200 രൂപയാണ് ക്വാർട്ടർ വില. അപ്പോൾ ഞാൻ ഇങ്ങനെ മന്തി കഴിക്കുന്ന ദിവസം, ഒരു ദിവസം ഞാൻ എന്റെ സാലറിന്ന് 200 രൂപ വെച്ച് ഞാൻ എല്ലാ ആഴ്ച ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരാഴ്ചയിൽ ഞാൻ മന്തി കഴിക്കാൻ പോയപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? 100 രൂപയുള്ളൂ ക്വാർട്ടർ മന്തിക്ക് വില വരുന്നത്. ഓക്കെ, 100 രൂപയുള്ളൂ മന്തിക്ക് വില വരുന്നത്. അപ്പോ ഞാൻ ആഴ്ചയിൽ 200 രൂപ മാറ്റി വെച്ചതിന്ന് എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ വീക്കിൽ 100 രൂപ മാത്രമാണ് മന്തിക്ക് ചെലവായത്. അപ്പൊ ബാക്കി 100 രൂപ എനിക്ക് അവിടെ ലാഭമായിട്ടുണ്ട്, അല്ലെ? അപ്പൊ പ്രൈസ് കുറഞ്ഞപ്പോൾ നമ്മുടെ എന്താണ് സംഭവിച്ചത്? കൺസ്യൂമേഴ്സിന്റെ ഇൻകം കൂടാണ് ചെയ്തത്. ഇൻകം കൂടി, അല്ലെ? ഇൻകം ഇൻക്രീസ് ആയി. എപ്പോ? പ്രൈസ് കുറഞ്ഞപ്പോ ഇൻകം എന്തായി? കൂടി, അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ആ പ്രൈസ്, ഇപ്പൊ എനിക്ക് ലാഭം കിട്ടി, 200 രൂപയുള്ള മന്തി 100 രൂപയ്ക്ക് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഒരു 100 രൂപയ്ക്കും കൂടെ എന്റെ വീട്ടിൽ എന്റെ സിബ്ലിങ്സിനോ അല്ലെങ്കിൽ മദറിനോ വേണ്ടിയിട്ട് സെയിം കൊമോഡിറ്റി ഞാൻ പർച്ചേസ് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ കൺസ്യൂമേഴ്സ് എന്താണ് ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? പ്രൈസ് കുറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻകം കൂടും. അപ്പൊ കൺസ്യൂമേഴ്സ് ഒന്നല്ലെങ്കിൽ ആ ലാഭം കിട്ടിയ ആ ഒരു വരുമാനത്തിൽ ചിലപ്പോൾ സെയിം കൊമോഡിറ്റി തന്നെ പർച്ചേസ് ചെയ്യും. അല്ല എങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ സിബ്ലിങ്സിനോ അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള അമ്മയ്ക്കോ മന്തി ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? അവർക്ക് ഇഷ്ടപ്പെട്ട വേറൊരു പ്രൊഡക്റ്റ്, വേറെ എന്തെങ്കിലും ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യാണ്. അപ്പോ അതിന് നമുക്ക് എങ്ങനെ സെന്റൻസ് ആക്കാം? ഇൻകം എഫക്റ്റിൽ എങ്ങനെ അതിനെ കമ്പയർ ചെയ്യാം? ഇൻകം എഫക്ട് എന്ന് വെച്ചാൽ ഒരു കൊമോഡിറ്റിയുടെ പ്രൈസ് കുറയുകയാണെങ്കിൽ അവിടെ കൺസ്യൂമേഴ്സിന്റെ ഇൻകം കൂടും. ആ ഇൻകം കൂടുമ്പോൾ ആ കിട്ടിയ ഇൻകം കൊണ്ട് കൺസ്യൂമേഴ്സ് ഒന്നല്ലെങ്കിൽ സെയിം കൊമോഡിറ്റി തന്നെ വീണ്ടും പർച്ചേസ് ചെയ്യും, അല്ല എങ്കിൽ വേറെ കൊമോഡിറ്റി പർച്ചേസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ദാറ്റ് ഈസ് ഇൻകം എഫക്ട്. ഈ ഒരു ഇൻകം എഫക്ട് ആണ് മൂന്നാമത്തെ റീസൺ നമ്മുടെ സ്ലോപ്പ് ഡൗൺവേർഡ് ആവാനുള്ളത്. ഓക്കെ.